झटपट को तैरना आता था। झटपट നീന്തൽ അറിയാമായിരുന്നു. ഉസ്നെ ജഡ് അപ്പന ബസ്ത പീഠ സെ ഉത്താർക്കാർ അവൻ പെട്ടെന്ന് തൻ്റെ പിറകിൽ നിന്നും ബാഗ് അയച്ചു വെച്ച് പുൽക്കി മുണ്ടേർ പർ രഖ പാലത്തിൻ്റെ കൈവരികളിൽ വെച്ചു. और नदी में कूद पड़ा നദിയിലേക്ക് എടുത്തു ചാടി. തോടി ദൂർ തേർനെ കെ ബാദ് ഹി കുറച്ചു ദൂരം നീന്തിയതിന് ശേഷം അപ്നെ ഉസ്നെ നഡ്ഗഡ് കോ പക്കഡ് ലിയ അവൻ നഡ്ഗഡിനെ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ആയ എന്നിട്ട് തീരത്തേക്ക് കൊണ്ടുവന്നു. झटपट को इतना गुस्सा आ रहा था झटपटिന് ഇത്രത്തോളം ദേഷ്യം വരുന്നുണ്ടായിരുന്നു कि नडगड को तो दो झापड़ लगाए नडगडिനെ രണ്ട് അടിയടിക്കണം. पर नडगड इतना डरा और घबराया हुआ था नडगड പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു कि उसे छोटे भाई पर प्यार आ गया. उसने नडगड का हाथ पकड़े पकड़े उसका बस्ता उड़ाया. അവൻ നഡ്ഗഡിൻ്റെ കൈ പിടിച്ച് ഉസ്കാ ബസ്ത ഉടായ അവൻ്റെ ബാഗ് എടുത്തു. और पुल तक पहुंचाने वाली പാലം വരെയുള്ള ചടായി ചട്നെ ലഗ കയറ്റം കയറി. പുൽ പർ പഹുഞ്ചാ ഹി താ പാലത്തിൽ എത്തിയപ്പോൾ തന്നെ കി എന്തെന്നാൽ നഡ്ഗഡ് അചാനക് ഗല ഫാഡ്കർ റോനെ ലഗ നഡ്ഗഡ് പെട്ടെന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. झटपट ने कहा झटपट പറഞ്ഞു अब तो तुम वह जाने से बच गए हो ഇപ്പോൾ നീ അവിടെ പോകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടില്ലേ. फिर क्यों रो रहे हो പിന്നെ എന്തിനാ നീ കരയുന്നത്. നഡ്ഗഡ് ने रोते रोते कहा നഡ്ഗഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു तुम घर जाकर माँ से मेरी शिकायत करोगे നീ വീട്ടിൽ പോയി അമ്മയോട് എന്നെക്കുറിച്ച് പരാതി പറയില്ലേ. अगर न करूँ तो പറഞ്ഞില്ലെങ്കിലോ. തോ ജോ കഹോ നിനക്ക് എന്തും പറയാം. നഡ്ഗഡ് കാ റോന ബന്ദ് ഹോ ഗയ നഡ്ഗഡിൻ്റെ കരച്ചിൽ നിർത്തി. മുझे കാഗസ് കെ നാവ് ബനാന നഹി ആത്ത എനിക്ക് കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാ ദോങ്കെ നിനക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമോ. ഹാ ഉസ്മേ ക്യാ ഹേ ആ അതിനെന്താ. നഡ്ഗഡ് കുഷ് ഹോക്കർ ബോല നഡ്ഗഡ് സന്തോഷത്തോടെ പറഞ്ഞു. പർ മുझे തേർനാ നഹി ആത്ത പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല. തും സിഖാ ദോങ്കെ നിനക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമോ. ഹാ ഉസ്മേ ക്യാ ഹേ ആ അതിനെന്താ. झटपट ने मुस्कुराते हुए नडगड के शब्दों की नकल की झटपट ചിരിച്ചുകൊണ്ട് നഡ്ഗഡ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. और दोनों भाई हंस पड़े രണ്ടാളും ചിരിച്ചു. लेकिन झटपट ने नडगड का बस्ता उसे पकड़ा कर झटपट നഡ്ഗഡിൻ്റെ ബാഗ് അവനെ കൊണ്ട് പിടിപ്പിച്ച് പുൽക്കി മുണ്ടേർ പർ സെ അപ്ന ബസ്ത പാലത്തിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ബാഗെടുത്തു. തോ ഏക്ദം ഒരു മിനിറ്റ് ചിന്തിത് ഹോക്കർ ബോല ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു. രേ ചോട്ടെ ഏ അനിയ ഹം ദോനോം കെ കപ്പടെ ഭീഗ് ഗയേ ഹേ നമ്മൾ രണ്ടുപേരുടെയും ഡ്രസ്സ് നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അമേ ഭീഗെ കപ്പടോക്ക് ദേക്ക് മാം പൂച്ചേങ്കി നമ്മളെ നനഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അമ്മ ചോദിക്കില്ലേ. തോ ക്യാ കഹേങ്കെ അപ്പോൾ എന്താ പറയുക. ആ ബടേ അത് ശരിയാണ് ഏട്ടാ. ഇപ്പോൾ എന്തു ചെയ്യും. നഡ്ഗഡിനെ ഏക് പൽ സോച്ച ഓർ ബോല നഡ്ഗഡ് ഒരു മിനിറ്റ് ആലോചിച്ചു. ഓർ ബോല എന്നിട്ട് പറഞ്ഞു. ആവോ വരൂ ദൗഡ് ലഗാത്തെ നമുക്ക് ഓടാം. കപ്പടെ അപ്നി ആപ്പ് സൂഖ് ജായെങ്കെ ഡ്രസ്സ് സ്വയം ഉണങ്ങിക്കൊള്ളും. ഹാ യഹ് ടീക്ക് ആ അത് ശരിയാണല്ലോ. झटपट ने अपना बस्ता पीठ पर ढांगते हुए कहा झटपट തൻ്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് പറഞ്ഞു. നഡ്ഗഡ് ने भी अपना बस्ता पीठ पर ढांग लिया നഡ്ഗഡും തൻ്റെ ബാഗ് ബാക്കിലിട്ടു. और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में झटपटिൻ്റെ കൂടെ നിന്നിട്ട് ഓട്ടം തുടങ്ങുന്നത് പോലെ 1 2 3 എന്ന് പറഞ്ഞു. 1
2 3 എന്നെണ്ണി. ദോനോ ദൗഡ് പടെ, രണ്ടാളും ഓടി. ആകെ പീച്ചെ നെഹിം, മുന്നിലോ ബാക്കിലായോ അല്ല. ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ച്. സാത്ത് സാത്ത്, ഒരുമിച്ച്. സർദിയാം അബ് ശുരു നെഹി ഹുയി തീ, തണുപ്പുകാലിപ്പോൾ തുടങ്ങിയിട്ടില്ല. മോസം സാഫ് താ, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ചട്കീലി ധൂപ്പ്, തിളങ്ങുന്ന വെയിൽ. നിക്കലി ഹുയി തീ, വരുന്നുണ്ട്. ദോനോ ഭായി മസേമേ ദൗഡത്തെ ചലേ ഗയേ, രണ്ടുപേരും നല്ല രസിച്ച് ഓടി. നാല പാർ കിയ, അരുവി താണ്ടി. ബാഗ് പാർ കിയ, തോട്ടം താണ്ടി. ഗേത്ത് പാർ കിയ, വയൽ താണ്ടി. ബർഗദ് കോ ഭി പീച്ചെ ചോട് ദിയ, ആൽമരത്തെയും പിന്നിലാക്കി. ലേക്കിൻ, പക്ഷേ പോകർ തക് പहुंचते കുളം വരെ എത്തിയപ്പോൾ ദോനോം തക് ഗയെ, രണ്ടാളും ക്ഷീണിച്ചു. ഓർ രുക് ഗയെ, എന്നിട്ട് അവിടെ നിന്നു. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ, ഡ്രസ്സ് ഉണങ്ങി അനിയ. ജട്പട്നെ ഹാഫ്ത്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹാ. ജട്പട് കിതച്ചുകൊണ്ട് പക്ഷേ സന്തോഷത്തോടെ പറഞ്ഞു. ഹാ ബഡേ ഭാഗൈ, ആ ശരിയേ ഏട്ടാ, ഉണങ്ങി. കപ്പടെ തോ സുഖൈ, ആ ഡ്രസ്സ് ഉണങ്ങിപ്പോയി. നഡ്ഗഡ്നെ ബി ഖുഷ് ഹോക്കർ കഹാ, നഡ്ഗഡും സന്തോഷത്തോടെ പറഞ്ഞു. തബി നഡ്ഗഡ് കോ പോക്കർ കിനാരെ ഏക് ചിക്കിനി ഗിഡ്ഡി ദിക്കായി പടി. തബി അപ്പോൾ നഡ്ഗഡ് കോ പോക്കർ കിനാരെ, നഡ്ഗഡ് കുളത്തിനരികെ. ഏക് ചിക്കിനി ഗിഡ്ഡി, ഒരു മിനുസമുള്ള കല്ല്. ദിഖായി പടി, കണ്ടു. നഡ്ഗഡിനെ ഉസെ ഉഡാലിയ, നഡ്ഗഡ് അതെടുത്തു. ഓർ തിർച്ചേ ഹോക്കർ, തിരിഞ്ഞു നിന്നുകൊണ്ട്. ഉസെ ഇസ് തരഹ് ഫേങ്ക, അതിനെ ഇതുപോലെ എറിഞ്ഞു. കി, എങ്ങനെയെന്നാൽ ഗിഡ്ഡി പാനി കി സതഹ് പർ ഉച്ചൽത്തി ഹുയി, ഗിഡ്ഡി വെള്ളത്തിൻ്റെ മുകളിൽ തട്ടിയിട്ട്. ഉച്ചൽത്തി ഹുയി, തെറിച്ചിട്ട്. ദൂർ തക്ക് ചലി ഗയി, ദൂരേക്ക് പോയി. ദേഖാ ദേഖി ജഡ്പടിനെ ബി ഏക്ക് ഗിഡ്ഡി ഉടാക്കർ ഫേങ് ദി, ഇത് കണ്ടിട്ട് ജഡ്പടും ഒരു കല്ലെടുത്തെറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിഡ്ഡി ഏക് ദം പാനി മേ കുടുപ്പ് ഹോ ഗയി, പക്ഷേ അവൻ്റെ കല്ല് അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. ബഡേ തുംകോ ഗിഡ്ഡി പേറാനാ നിഹി ആത്ത, ഏട്ടാ നിനക്ക് കല്ലെറിയാൻ അറിയില്ലേ? ആ ചോട്ടെ ആ നിയ, തും സിഖാ സക്തേ ഹോ, നീ പഠിപ്പിച്ചു തരുമോ? ക്യോം നഹി, എന്തുകൊണ്ടില്ല. അബീലോ, എന്നാ പിടിച്ചോ. നഡ്ഗഡിനെ ധ്യാൻ സെ നീച്ചെ ദേഖ് കർ ഏക് ഗിഡ്ഡി ഉഡായി, നഡ്ഗഡ് ശ്രദ്ധയോടെ താഴെ നിന്നും ഒരു കല്ലെടുത്തു. ഓർ ജഡ്പട് കോ ദിക്കായി ഹുയി ബോല, എന്നിട്ട് ജഡ്പടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഗിഡ്ഡി ഐസിലോ, കല്ല് ഇതുപോലുള്ളത് എടുക്കണം. ജോ ജ്യാദ ഭാരി, അത് കൂടുതൽ കനമുള്ളതോ. ഓർ ഗുർഗുദി നഹോ, പരുപരുത്തതോ ആയിരിക്കരുത്. ഹൽക്കി ഓർ ചിക്നി ഹോ, ഹൽക്കി ഭാരം കുറഞ്ഞതും. ഓർ ചിക്നി ഹോ, മിനുസമുള്ളതുമാവണം. ഓർ ഉസെ ഇസ് തരഹ് പേങ്കോ, എന്നിട്ട് അതിനെ ഇതുപോലെ എറിയൂ. ലേക്കിൻ, പക്ഷേ അബ് തക്ക് ജഡ്പട് കാ ധ്യാൻ പാൺ ചുക്കാത്ത, ഇപ്പോൾ ജഡ്പടിൻ്റെ ശ്രദ്ധ അതിൽ നിന്നും തെറ്റിപ്പോയി. വഹ് പോകർ കെ പാനി പർ തേർത്തി ബതഖോ കോ ധ്യാൻ സെ ദേഖ് രഹാ താ, വഹ് പോകർ കെ പാനി പർ, അവൻ കുളത്തിലെ വെള്ളത്തിൽ. തേർത്തി, നീന്തുന്ന. ബതഖോ കോ, താറാവുകളെ. ധ്യാൻ സെ ദേഖ് രഹാ താ, ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു.